ഹായ്, ദിസ് ഇസ് ഹനുഷറ ഹിയർ. എത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എങ്കിൽ ട്രേഡിംഗ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷനായി ചെയ്തൂടെ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു അടിപൊളി ടീമിനെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ലെറ്റ്സ് വെൽക്കം അവർ ട്രേഡിംഗ് പ്രൊമോട്ടേഴ്സ് സായൂജ ആൻഡ് അൻഷിഫ്. ഹായ്. ഹായ്. ഹലോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിങ്ങിനെ പറ്റി. ഒരുപാട് പേർക്ക് ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്താണ്, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു 4 വർഷമായിട്ട് ഈ ഫീൽഡിൽ ചെയ്യാറുണ്ട്. മാനുവലി ട്രേഡ് ചെയ്യുന്നതാണ്, ബിനാൻസ് വെരിഫൈഡ് ട്രേഡർ ആണ്. അപ്പം എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലാംഗ്വേജ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്. അൻഷിവിന് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 21 വയസ്സായി. യെസ്, 21 വയസ്സെന്ന് പറഞ്ഞ ഒരു യങ്സ്റ്റേഴ്സ് ഏജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താ? ഞാൻ ആദ്യം തൊട്ട് തന്നെ ഏകദേശം ക്രിപ്റ്റോ അല്ലെങ്കിൽ ഫോറക്സ് സ്റ്റോക്ക് ഈ മേഖലയിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷത്തോളമായി. ഈ 2.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന്, അതായത് യങ്ങേസ്റ്റിനെ ഏറ്റവും പെട്ടെന്ന് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല ട്രേഡിംഗ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് സെലക്ട് ആയി, ഞാൻ ചൂസ് ചെയ്തതാണ്. നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായങ്ങളും ഒരുപാട് പേര് സക്സസ് ആയ സ്റ്റോറീസ് ഉണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ്സും വരുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ ഈ നെഗറ്റീവ് അഭിപ്രായങ്ങൾ എങ്ങനെയാ കാണുന്നത്? ആക്ച്വലി ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഫീൽഡ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സ്കാമും നടക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. ബേസിക് ആയിട്ട് ഒരു നോളജ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. ആ ഒരു നോളജ് ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഒരാളെ കയ്യിൽ നിന്ന് ചതിക്കപ്പെടില്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. നിങ്ങളിപ്പോൾ പറഞ്ഞു നമുക്ക് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയാൽ അത് സക്സസ് ആവും എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പറായ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ എന്ന് പറയുന്ന ഹെക്സാടെക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അണ്ടറിൽ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതിൽ ഏജ് ഡിഫറൻസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ എന്താണ് ക്രിപ്റ്റോ കറൻസി, ഫോറക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുമ്പോൾ എന്നൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ സ്കാം കമ്പനീസിനെ ഡിറ്റക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ ട്രെയിനിങ് പൊതുവെ കോമൺ ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ മേ ബി എൻ്റെ ഒരു ഡൗട്ട് ആവാം, നമുക്ക് മിനിമം എത്ര ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്? ഇപ്പൊ ഒരുപാട് ട്രേഡിങ്ങിൽ തന്നെ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ എത്ര ഒരു എമൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോസും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2300 രൂപ, ഏറ്റവും ബേസിക് ആയിട്ട് ഒരു $25 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കമ്പനീന്റെ പേര് InfinQX എന്നാണ് അല്ലേ? അപ്പൊ ഈ കമ്പനീന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏകദേശം InfinQX വന്നിട്ട് ഒരു 7 മന്ത് ആയിട്ടുണ്ടാവും. ഈ 7 മന്തിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കി, അതായത് ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേജ് വരുന്നത് ലണ്ടനിലാണ്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കമ്പനി, അതായത് ക്രിപ്റ്റോ, ഫോറക്സ്, സ്റ്റോക്ക്, ഇത് 3 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 11 മാസത്തോളമായി. ഇത് ഞാൻ കടന്നു വന്നിട്ട് 7 മാസം ആയിട്ടുള്ളൂ. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൻഷിബ് പറഞ്ഞു കുറച്ച് കാലമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നെന്ന്. അപ്പൊ ഈ ഒരു വന്ന ടൈമിൻ്റെ ഉള്ളിൽ എത്ര സ്പീഡിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റിയെന്ന്? ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. അതായത് ഏതൊരു സാധാരണക്കാരനും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആകെ വേണ്ടെന്ന് പറഞ്ഞാൽ 2500 രൂപ മാത്രമാണ്. ഈ 2500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ പ്രോജക്റ്റിന്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിലെന്താണ് വരുന്നത്, ഇത് ജനങ്ങളിലോട്ട് എന്താണ് എത്തിക്കുന്നത്, A to Z കാര്യങ്ങൾ ഒരു 2500 രൂപ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി നമുക്കിത് എന്താവും, എല്ലാ A to Z കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം, പഠിച്ചെടുക്കാൻ ഇത്ര ടൈം എന്നുള്ളൊരു കാറ്റഗറി ഇതിലില്ല. ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖല, ക്രിപ്റ്റോ, ഫോറക്സ്, സ്റ്റോക്ക്, ഇത് 3ലും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും InfinQX-ലൂടെ. നിങ്ങളെ ടീമിന്റെ കൂടെ ഒരു വ്യക്തി ജോയിൻ ആവുന്ന സമയത്ത് നിങ്ങളോട് എല്ലാവരും ട്രസ്റ്റ് വെച്ചിട്ടായിരിക്കും ജോയിൻ ആവുക. ആ ഒരു വ്യക്തിനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പറ്റും? നമ്മുടെ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. ഈവൻ ക്രിപ്റ്റോനെ പറ്റി അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിന് 0.5 to 2% കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 lakh ഇടുന്ന ഒരു വ്യക്തിക്ക് അറൗണ്ട് ഒരു $4-5 അടുത്താണ് ഡെയിലി, അതായത് ഒരു 450-500 രൂപേൻ്റെ അടുത്താണ് ഡെയിലി പ്രോഫിറ്റ് വരിക. മാസത്തിൽ ഒരു 13,000 അടുത്തൊക്കെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇടുന്ന എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാവുന്നത്. ഒരു വ്യക്തി ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ആൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൾക്കൊരു എന്തൊക്കെ ബെനിഫിറ്റ് നിങ്ങൾ കൊടുക്കും? നമ്മൾ InfinQX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2500 ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ, അതായത് എത്രയാണെങ്കിലും ഏറ്റവും സ്റ്റാർട്ടിംഗ് എമൗണ്ട് ആണ് 2500 എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലോട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്
നോർമലി ഡെയിലി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡെയിലി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. ഇതിന് പുറമെ അഫിലിയേഷൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ, അതായത് ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മുമ്പോട്ട് ട്രഡീഷണൽ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഫിലിയേഷൻ ഇതിലൂടെ സാധിക്കും. അതായത് റെഫറൽ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് സൺഡേകളിൽ എല്ലാ സൺഡേകളിലും നമുക്ക് ഒരു സ്പിൻ ബോണസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കമ്പനി സെലക്ട് ചെയ്യുന്ന 30 ഐഡികൾക്ക് കമ്പനി 50 തൊട്ടിട്ട് 250 വരെയുള്ള $, കമ്പനി കൊടുക്കും. അത് കമ്പനി സെലക്ട് ചെയ്യുന്ന ഐഡികൾക്ക് മാത്രമാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പ് അവൈലബിൾ ആണ്. അത് റെഫറൽ ചെയ്താൽ പോലും $0.25 നമുക്ക് ഏണിങ്സ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉള്ള മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ഉണ്ടാവും. പുതിയ വരുന്ന ഒരു കസ്റ്റമേഴ്സിന് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഐ മീൻ അവരെ കൂടെ ഇരുത്തി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമുക്കിപ്പോൾ ആക്ച്വലി പുതിയ വരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സൂം മീറ്റ്സുകൾ നടത്താറുണ്ട്. നമ്മുടെ ടീം വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മളുടെ ഒരു ടോപ്പ് ട്രെയിനർ എന്ന് പറയുന്ന ലീഡർ എന്ന് പറയുന്നത് ഷാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, നിലമ്പൂരുള്ളത്. പിന്നെ വയനാടുള്ള ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ടീം വാരിയേഴ്സ് എന്നുള്ളത്. അപ്പോൾ ടീം വാരിയേഴ്സ് ആണ് ഇൻഫിൻക്യുഎക്സ് ആക്ച്വലി ഇങ്ങനെയും ഒരു ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ സൂം മീറ്റ്സ് കൊടുക്കാറുണ്ട്, വർക്ക്ഷോപ്പ് കൊടുക്കാറുണ്ട്, ഓഫ്ലൈൻ മീറ്റിംഗ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓഫ്ലൈൻ മീറ്റിംഗ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർ നിങ്ങളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തിരിച്ച് എന്തെങ്കിലും എഗ്രിമെന്റ്, ഐ മീൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇവിടെ ആക്ച്വലി നമ്മൾ നമ്മളുടെ ഓൺ IDs ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ച് കൊടുക്കുന്ന IDs ഇപ്പൊ നമ്മളുടെ IDയിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിലിലേക്ക് OTP കാര്യങ്ങൾ വരും. അപ്പോൾ ഈ OTP ഇല്ലാതെ ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ID ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രത്തോളം സെക്യൂരിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിനുണ്ട്. ഏതൊക്കെ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സിലാണെങ്കിൽ ഗോൾഡിലാണ് ചെയ്യുന്നത്, ക്രിപ്റ്റോയിലാണെങ്കിൽ ബിറ്റ്കോയിനിലാണ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് നോക്കുന്നത്. നമ്മളതൊരു പക്ക ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് മേഖലയെ ബാധിക്കുന്ന എല്ലാ റൂൾസും നമ്മളെ ഇൻഫിൻക്യുഎക്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനും ബാധിക്കും. അതായത് വർക്കിംഗ് ഡേയ്സിൽ ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ മാർക്കറ്റ് ഉള്ളൂ. അന്ന് നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ പ്രോഫിറ്റും കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ദിവസം ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒന്നും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24/7 മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ഡേയ്സിലും നമ്മളെ പ്രോഫിറ്റ് ക്രിപ്റ്റോയിൽ കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റിനും പറഞ്ഞ പോലെ വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് ഉള്ളത്. ആ സമയം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ബാക്കിയുള്ള സമയത്തിൽ, അതായത് വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ പ്രോഫിറ്റ് കട്ടും. ഓക്കെ, വെറും 21 ഇയേഴ്സ് ഓൾഡിൽ തന്നെ അൻഷിഫിന്റെ ഈ ഒരു എന്താ പറയാ ഒരു ബോൾഡ്നെസ്സും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും തന്നെ ധാരാളമാണ് സത്യം പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടി. കാരണം അത്രയും കോൺഫിഡൻസിലും പവറോട് കൂടിയാണ് ആൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് സംസാരിക്കുന്നത് തന്നെ. എനിക്ക് തന്നെ ജോയിൻ ചെയ്താലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അൻഷിഫിന്റെ ഒരു വേർഡ്സിലൂടെ കേൾക്കാൻ പറ്റിയത്. അപ്പൊ എങ്ങനെയാണ് ഈ 3 മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? നമുക്കിപ്പോൾ ക്രിപ്റ്റോയിലാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു 1 lakh ഇട്ടിട്ട് നമുക്ക് ഈവൺ വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10 USDT ആകുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് വിഡ്രോ ചെയ്യാം. ഏത് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ, Paytm എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റന്റ് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ലോങ് ടേം ആണ്. ആൻഡ് ക്രിപ്റ്റോ ഫോറക്സ് മിനിമം ഈ ഒരു പറഞ്ഞിട്ടുള്ള 0.5% മുതൽ 2% ഉള്ളിലുള്ള പ്രോഫിറ്റ് റിട്ടേൺ മിനിമം $10 ആയാലും വിഡ്രോ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ടൈമിൽ ഓട്ടോ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പ്രകാരം വേൾഡിലെ തന്നെ 8ാമത്തെ ഒരു വണ്ടറാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം എവറി മന്ത് ഓട്ടോമാറ്റിക് നമ്മളുടെ പ്രോഫിറ്റും കൂടെ ക്യാപിറ്റൽ എമൗണ്ടിന്റെ കൂടെ ആഡ് ആയിക്കൊണ്ടാണ് അറ്റ് ദ എൻഡ് നമ്മൾ ഈ ഒരു പാക്കേജ് എൻഡ് ഒക്കെ ആകുമ്പോഴേക്ക് വലിയൊരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇവരുടെ കമ്പനീന്റെ പേരെന്ന് പറഞ്ഞാൽ ഇൻഫിൻക്യുഎക്സ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. ടീം വാരിയേഴ്സ് എന്നാണ് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റീന്റെ പേര് വരുന്നത്. സോ ഇവരുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കും എന്നുള്ളത് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ട്രസ്റ്റബിലിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ കസ്റ്റമേഴ്സിന്, ഷുവർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് പ്രവർത്തിച്ച് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനും എന്താണ് മാർക്കറ്റ് എന്നും അതിനെ മനസ്സിലാക്കി ഇവരെ എക്സ്പേർട്ട് ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിക്കോളും. സോ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ താഴെ കാണുന്ന ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.